ഇപ്പോൾ നമ്മുടെ ഗാർഡനിൽ നട്ട ചീരയാണിത്. ജസ്റ്റ് ഒരു മാസം ആയപ്പോഴേക്കും നമുക്ക് ധാരാളം ചീരയുണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ ഓസ്ട്രേലിയയിലായിരുന്നു. തിരിച്ചിവിടെ വന്ന സമയത്ത് ഗാർഡനെല്ലാം നിറയെ കാട് കയറി കിടന്നു. പിന്നെ ആ കാടെല്ലാം നമ്മൾ വെട്ടിത്തെളിച്ച് ചീരയുടെ വിത്ത് പാകി ഇപ്പോൾ ധാരാളം ചീരയാണ് നമ്മുടെ ഗാർഡനിൽ ഉണ്ടായിരിക്കുന്നത്. കുറച്ച് ദിവസം മുൻപ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. ധാരാളം പേര് ചീരയുടെ വിത്ത് ചോദിച്ചു. ഇപ്പോൾ കുറേ പേർക്ക് ഞാൻ അയച്ചു കൊടുത്തു. 100-ലധികം പേർക്ക് ചീരയുടെ വിത്തുകൾ അയച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും വിത്ത് അയക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സൊക്കെ എഴുതാൻ വേണ്ടി ഒരുപാട് താമസം വരും. നിങ്ങൾ അഡ്രസ്സ് എഴുതി ഒരു കവർ എനിക്ക് അയച്ചു തരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് അയച്ചു തരാൻ പറ്റും. ഫ്രീ ആയിട്ട് അയച്ചു തരാം. ജസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സ് എഴുതി ഒരു പോസ്റ്റൽ കവർ അയച്ചു തന്നാൽ മാത്രം മതി. ഇപ്പോൾ ഇതുവരെയുള്ള വിത്തെല്ലാം തീർന്നു. ഇനിയിപ്പോൾ ഈ തൈകളിൽ നിന്ന് ധാരാളം വിത്തുണ്ടാകും 1.5 മാസം കഴിയുമ്പോഴേക്കും. ആ സമയത്ത് വിത്തുകൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾക്ക് തരാം. 1000-കണക്കിന് വിത്തുകൾ ഉണ്ടാകും. കുറച്ച് വിത്ത് മാത്രമേ നമ്മൾ എടുത്തു വെക്കാറുള്ളൂ എല്ലാ വർഷവും. കഴിഞ്ഞ വർഷം എടുത്തു വെച്ച വിത്ത് പാകിയപ്പോഴാണ് ഇപ്പോൾ ഇതുപോലെ ധാരാളം ചീര എല്ലായിടത്തും ഉണ്ടായത്. ഇവിടെ പരിസരത്തുള്ള കുറേ ഫ്രണ്ട്സിനൊക്കെ തൈകൾ പറിച്ചു കൊടുത്തു. ഇപ്പോഴും ധാരാളം ഉണ്ടാകുന്നുണ്ട്. പലരും ചോദിച്ചു എങ്ങനെയാണ് ഇതിന് മരുന്നടിക്കുന്നുണ്ടോ, ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇലയിലൊന്നും യാതൊരു കേടുമില്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ യാതൊരു മരുന്നും അടിക്കുന്നില്ല. ഇത് ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അതിന് ചുറ്റുമുള്ള കാട് പറിച്ച് കളയുക. പിന്നെ എല്ലാ ദിവസവും നമ്മൾ നോക്കി പുല്ലൊക്കെ മുളയ്ക്കുകയാണെങ്കിൽ അത് പറിച്ച് കളയുക. വെള്ളം ഒഴിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചീരവിത്ത് നട്ടാൽ ഉടൻ തന്നെ ഇതേപോലെ കുറച്ച് കോല് കുത്തി കൊടുക്കുക, പക്ഷികൾ വരാതിരിക്കാൻ. UK-ലെ ചീരകൃഷി അത്ര കോമൺ അല്ല. ഇംഗ്ലീഷുകാർക്കിടയിൽ ഇത് എന്ത് ചെടിയാണെന്ന് പോലും അവർക്ക് അറിയില്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നുള്ള വിത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ നടുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പച്ചക്കറി തന്നെയാണ് ചീര. ഇപ്പോൾ UK-ലെ കാലാവസ്ഥയിൽ സമ്മർ സമയത്ത് വളരെ നന്നായിട്ടുണ്ടാകും. പെട്ടെന്ന് തന്നെ ഇത് വളരും. ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഇത്രയും വലുതായിട്ട് നമുക്ക് കിട്ടി. വളരെ പെട്ടെന്ന് തന്നെ നല്ല ടെൻഡറായിട്ടുള്ള നല്ല ചീരയാണ് നമ്മുടെ ഗാർഡനിൽ ധാരാളം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ 100-കണക്കിന് തൈകൾ നമുക്കുണ്ടായി. ഇപ്പോൾ നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഇതേപോലെ എല്ലാം അടുത്തടുത്ത് നിൽക്കുന്നുള്ളതുകൊണ്ട് അതിനിടയിൽ നിന്ന് പറിച്ചെടുക്കുകയാണെങ്കിൽ ബാക്കി തൈകളൊക്കെ നന്നായിട്ട് വളരും. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഗാർഡനിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം. ഇപ്പോൾ ചില കടകളിലൊക്കെ ഇതുപോലെ ചീര വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. ഇതുപോലെ നല്ല പൊക്കം വെച്ചു. ഇപ്പോൾ ഏകദേശം മുട്ടിന്റെ അത്രയും പൊക്കം വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ പറിച്ചെടുക്കാം. ചീര വിത്ത് നട്ടാൽ ഒരു മാസം കൊണ്ട് തന്നെ ഇത്രയും വലിപ്പമാകും. അതിന് പ്രധാനമായിട്ടും വേണ്ടത് ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും തന്നെ വെള്ളം ഒഴിക്കണം. മഴയില്ലാത്ത സമയമാണെങ്കിൽ നിറഞ്ഞു കിടക്കണം എപ്പോഴും തന്നെ ചീരയുടെ ചൂട് എല്ലാ സമയത്തും. അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് വളരും. ഒരു വളവും നൽകേണ്ടതില്ല. ഇപ്പം നമ്മളിവിടെ വളമായിട്ട് ഗാർഡനിൽ നൽകുന്നത് നമ്മുടെ കിച്ചണിൽ നിന്നുള്ള പഴത്തലിയും സവോളയുടെ തൊണ്ടും പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെ നമ്മൾ ഈ ഗാർഡനിൽ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അത് മാത്രമാണ് വളം. ഇപ്പോൾ ഗാർഡനിൽ ധാരാളം മണ്ണിര ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ കമ്പോസ്റ്റാക്കി മാറ്റുകയും ചെയ്യും. സമ്മറിൽ പയറും മറ്റ് കൃഷിയൊക്കെ നമുക്ക് ചെയ്യാം. എങ്കിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വളരുന്ന ഒരു പച്ചക്കറി ഐറ്റമാണ് ചീര. ഒരു മാസം കഴിയുമ്പോൾ തന്നെ അത് പറിക്കുകയാണ് ഏറ്റവും നല്ലത്. സോഫ്റ്റ് ആയിട്ടുള്ള ചീരയാണ് ആ സമയമാകുമ്പോൾ നമുക്ക് കിട്ടുക. ചീര പറിക്കേണ്ട സമയം ഇത് പൂ വരുന്നതിന് മുൻപായിട്ട് പറിക്കണം. പൂ വന്നു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാകും. പൂ വരുന്നതിന് മുൻപാണ് ഏറ്റവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെൻഡർ ആയിട്ടുള്ള ചീര നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് നിറയെ പൂക്കളുണ്ടാകും. കുറച്ച് ചീര നിർത്തുകയാണെങ്കിൽ അതിൽ നിന്ന് ധാരാളം വിത്തുകൾ കിട്ടും. ആ വിത്ത് നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ഉണ്ടാകും. ഇതിൽ നിന്ന് താഴെ വീണ വിത്തുകളെല്ലാം അടുത്ത വർഷം ആകുമ്പോഴേക്കും തനിയെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീര. എല്ലാവരുടെയും ഗാർഡനിൽ നമുക്ക് അധികം സ്ഥലമൊന്നും വേണ്ട. കുറച്ച് സ്ഥലമുണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നടാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വിത്ത് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരാം. നിങ്ങളുടെ അഡ്രസ്സ് എഴുതിയ ഒരു പോസ്റ്റൽ എൻവലപ്പ് നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ ചീരയുടെ വിത്ത് അയച്ചു തരാം. ഇനിയിപ്പോൾ ഈ ചീരയിൽ വിത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒരു മാസം കൂടി കഴിയുമ്പോഴേക്കുമാണ് വിത്ത് പാകാവുകയുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു 4-5 മാസക്കാലം നമ്മുടെ ഗാർഡനിൽ എപ്പോഴും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പച്ചക്കറിയാണ് ചീര. ഇത്തവണ വിത്ത് ആവശ്യപ്പെട്ടവർക്ക് കുറച്ച് വിത്ത് വീതം എനിക്ക് അയക്കാൻ പറ്റുള്ളൂ. കാരണം കുറേ പേര് ആവശ്യപ്പെട്ടപ്പോൾ അവർക്കെല്ലാം ഞാൻ അയച്ചു കൊടുത്തപ്പോൾ കുറച്ച് വിത്തുകൾ മാത്രമേ അയക്കാനായിട്ട് പറ്റുള്ളൂ. കുറച്ച് ചീരയുള്ളെങ്കിൽ ഇതേപോലെ ചുവടോടുകൂടി പറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ തളിർപ്പുകളുണ്ടായി വീണ്ടും ധാരാളം ചീര ഉണ്ടാകും. ഇനി നമ്മുടെ നാട്ടിൽ വളരുന്ന പല ഐറ്റംസും നമ്മളിവിടെ നട്ടിട്ടുണ്ട്. ഇത് പനിക്കൂർക്കയാണ്. ഇതും വളരെ പെട്ടെന്ന് തന്നെ വലുതാകുന്ന ഒരു ചെടിയാണ്. നാട്ടിലെ ഈ ചെടി ഇവിടെ നന്നായിട്ട് വളരും. നിങ്ങൾക്കെല്ലാം അറിയാം പനിക്കൂർക്ക. അപ്പോൾ സമ്മർ സമയത്ത് വീടിന് പുറത്ത് ഇതുപോലെ ചട്ടിയിൽ നമുക്ക് നടാം. തണുപ്പ് കാലാവസ്ഥ വരുമ്പോൾ ഇത് നമ്മുടെ വീടിനുള്ളിലോട്ട് ഇന്റീരിയർ ആയിട്ട് മാറ്റുകയും ചെയ്യണം. മറ്റൊരു ചെടിയാണ് 10 മണിപ്പൂക്കൾ. രാവിലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് വളർന്നു വരുന്ന സമയമാണ്. ഈ വർഷമാണ് നമ്മളിത് നട്ടത്. ചെറിയൊരു തൈയായിരുന്നു. ഇപ്പോൾ ഇത് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂക്കൾ ഉണ്ടായില്ല. പൂക്കൾ ഉടനെ ഉണ്ടാകുമെന്ന് കരുതുന്നു. അതുപോലെ ഡാലിയ ആണെങ്കിൽ കുറേ വെറൈറ്റി, നമുക്ക് 20ഓളം വെറൈറ്റി ഡാലിയ ഈ വർഷം നമ്മളുടെ ഗാർഡനിലുണ്ടായി. ഇത് ശരിക്കും താമര പോലെ തന്നെയുള്ളൊരു വെറൈറ്റിയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ സീഡ്സിൽ നിന്നാണ് ഈ വർഷം പ്ലാന്റ് ചെയ്തത്. ചട്ടിയിൽ നമ്മൾ നട്ടു. അതിനുശേഷം വീണ്ടും തൈകളുണ്ടായി. നമുക്ക് ധാരാളം നമ്മുടെ ഗാർഡനിലുണ്ടാകും. ഇനി ചട്ടിയിലാണ് നടന്നതെങ്കിൽ ഓരോ വർഷവും അതിൻ്റെ മണ്ണ് മാറ്റി കൊടുത്ത് പുതിയ ചട്ടിയിലോട്ട് മാറ്റുകയാണെങ്കിൽ അതിന് ആവശ്യമായ ന്യൂട്രീഷൻസ് കിട്ടും. വലിയ പൂവുണ്ടാവുകയും ചെയ്യും. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന മറ്റു ചെടികളാണിത്. ഹൃദയ ചെടി. അതും ഇതുപോലെ ചെറിയൊരു കമ്പ് നട്ടതായിരുന്നു. അപ്പം അതിൽ നിന്ന് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓറഞ്ച് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളതാണ്. അതിപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. 2 തരം തുളസി നമ്മുടെ ഗാർഡനിലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരുന്ന ഈ ചെടികളെല്ലാം തണുപ്പ് സമയമാകുമ്പോൾ വീടിന്റെ ഉള്ളിലോട്ട് മാറ്റിയാൽ മതി. വീണ്ടും സമ്മർ സമയത്ത് നമുക്ക് വീടിന് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഈ ഒരു തൈ നമ്മൾ മാൾട്ടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ചെറിയൊരു തൈയായിരുന്നു മാൾട്ടയിൽ നിന്ന് നമ്മളിവിടെ കൊണ്ടുവന്നപ്പോൾ. അതിനുശേഷം ഇപ്പോൾ ഇത് ധാരാളം ഉണ്ടായി. നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഇത് തണുപ്പുള്ള സമയത്തും വീടിന് പുറത്ത് വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മൾ വീടിന്റെ ഇന്റീരിയർ ആയിട്ട് വയ്ക്കാറില്ല.
ഇത് മഞ്ഞുള്ള സമയത്തും അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ഗാർഡനിൽ വളരുന്ന ഒരു ചെടിയാണ്. നമ്മൾ ചെടിച്ചട്ടിയിലാണ് നട്ടിട്ടുള്ളത്. ഇപ്പോൾ 2 ചട്ടി നിറയെ ഈ ചെടിയുണ്ട്. പിന്നെ ഇതും നാട്ടിലുള്ളൊരു ചെടിയാണ്. ഇത് ഇവിടെ എല്ലായിടത്തും തന്നെ ഉള്ളൊരു ചെടിയാണ്. ജെറിബ്ര ഇവിടുത്തെ ക്ലൈമറ്റിൽ നമുക്ക് നടാം. ഇന്റീരിയർ എല്ലാം നമുക്ക് വീടിന് പുറത്ത് തന്നെ വയ്ക്കാവുന്ന ഒരു ചെടിയാണിത്. ഇത് മാൾട്ടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിന്റെ ഇലയിൽ നിന്ന് വീണ്ടും വീണ്ടും ധാരാളം ഉണ്ടാകും. ഇപ്പോൾ ഇത് മരുഭൂമിയിലൊക്കെ വളരുന്ന കൂടുതൽ ചൂടുള്ള സ്ഥലത്താണ് ഇത് വളരുന്നത്. എങ്കിലും നമുക്ക് ഇവിടെ നന്നായിട്ട് വളരുന്നുണ്ട്. ഇപ്പോൾ വിന്റർ സമയത്ത് മഞ്ഞുവീഴ്ചയുള്ള സമയത്തും ഗാർഡനിൽ തന്നെയായിരുന്നു. അത് ഓവർകം ചെയ്ത് ഇപ്പോൾ ഈ കാലാവസ്ഥയായിട്ട് അഡ്ജസ്റ്റഡ് ആയി ഇപ്പോൾ അതിൽ പൂക്കളുണ്ടായി തുടങ്ങിയിരിക്കുന്നു. അതുപോലെ ഇവിടെ ചെറിയ ബോൾസ്, ഓണക്കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളം പൂക്കളുണ്ടാകുന്ന ബോൾസിന്റെ തൈകൾ നട്ടിട്ടുണ്ട്. അത് വളർന്നു വരികയാണ്. ഇപ്പോൾ വെന്തിച്ചെടികൾ ധാരാളം ഉണ്ട്. കുറച്ച് സീഡ് നട്ട് കഴിഞ്ഞാൽ തന്നെ അത് ധാരാളം ഉണ്ടാകും. അതൊരു സൈഡിലായിട്ട് നട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ നടുമ്പോൾ ഒരു സൈഡിൽ ഇതുപോലെ പൂച്ചെടികൾ നടുകയാണെങ്കിൽ നമുക്ക് ഈ ഇൻസെക്ട്സിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാം നമ്മുടെ വെജിറ്റബിൾ ഗാർഡനിൽ നിന്ന്. ഇപ്പോൾ ഇൻസെക്ട്സ് ഒക്കെ വരുവാണെങ്കിൽ അത് പൂക്കളുടെ അടുത്തേക്ക് പോകും. നമ്മുടെ വെജിറ്റബിൾ സുരക്ഷിതമായിട്ട് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. ചൂടുള്ള സമയത്ത്, സമ്മർ സമയത്ത് നടാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് സൺഫ്ലവർ. വലിയ പൂക്കൾ എപ്പോഴും തന്നെ ഉണ്ടാകും. ധാരാളം മുട്ടുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സമ്മർക്കാലം മുഴുവനും പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണ് സൺഫ്ലവർ. ധാരാളം ആപ്പിൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇത് പകുതി മൂപ്പേ ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ച് നാളോടെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് മൂക്കും. ഇപ്പോൾ ചെറിയതാണിത്. അപ്പോൾ ഇതേപോലെ ഗ്രീൻ ആപ്പിളാണ് നമ്മുടെ ഗാർഡനിലുള്ളത്. നമുക്ക് ആവശ്യത്തിന് ആപ്പിൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഇത് മധുരമായിട്ടില്ല. ഇനി കുറച്ച് നാളോടെ കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് നല്ല മധുരമുള്ള ആപ്പിളാണിത്. ഇപ്പോൾ ഗ്രീൻ ആപ്പിൾ തന്നെ പല വെറൈറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ളത് ഗോൾഡൻ ഡെലീഷ്യസ് ഇനത്തിൽപ്പെട്ട ഗ്രീൻ ആപ്പിളാണ്. ഇപ്പോൾ ചില കുക്കിംഗ് ആപ്പിളുണ്ട് ഗ്രീൻ, അത് വലുതാകുന്നതാണ്. ഇത് അധികം വലുതാകില്ല, പക്ഷെ നല്ല മധുരമാണ്. കുത്തില്ലെങ്കിൽ പോലും ഇപ്പോഴും മധുരം വെച്ച് തുടങ്ങി. ഇപ്പോൾ ഇനി കുറച്ച് നാളോടെ കഴിഞ്ഞാൽ, 2-3 ആഴ്ചയോടെ കഴിഞ്ഞാൽ നമുക്കിത് പറിക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പിളാണിത്. അപ്പോൾ ഇതേപോലെ കേടുമില്ലാത്ത ആപ്പിളാണ് ധാരാളം. പ്രത്യേകിച്ച് യാതൊരു മരുന്നും നമ്മൾ അടിക്കുന്നില്ല. അപ്പോൾ ഇതേപോലെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ നമ്മുടെ ഗാർഡനിൽ ഈ സമ്മർ സമയത്ത് എപ്പോഴും ഉണ്ടാകും. ഇനിയിപ്പോൾ ഇത് സെപ്റ്റംബർ, ഒക്ടോബർ വരെ ഇതുപോലെ ധാരാളം ആപ്പിൾ ഉണ്ടാകും. നമ്മൾ പ്രത്യേകിച്ച് അധികം കെയർ ഒന്നും നൽകാറില്ല. നമുക്ക് ആപ്പിൾ അധികം വേണ്ടാത്തതുകൊണ്ട് തന്നെ പക്ഷികളൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ആപ്പിൾ വന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇത് മൂത്ത് മധുരമായി തുടങ്ങി. മൂക്കുന്നതിന് മുൻപ് ഇത് പുളിയുള്ള സമയത്ത് പിക്കിളിടാനൊക്കെ നല്ലതാണ്. അതേപോലെ മത്ത നട്ടിട്ടുണ്ട് നമ്മൾ. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ മത്തങ്ങ കിട്ടിയിരുന്നു. ഇപ്പോൾ ഇതിൽ പൂവുണ്ടായി തുടങ്ങിയ സമയമാണ്. ഇനിയിപ്പോൾ 1 മാസം കഴിയുമ്പോഴേക്കും നമുക്ക് മത്തങ്ങ ഉണ്ടാവും. ഇതിൽ ചെറിയ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ പടർത്തി വിട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് ആവശ്യത്തിന് മത്തങ്ങ ഇതിൽ നിന്ന് കിട്ടും. നമ്മുടെ വീടിൻ്റെ ഉള്ളിലും കുറച്ച് ചെടികൾ വളർത്തുന്നുണ്ട്. ഇൻറ്റീരിയർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഏറ്റവും നല്ല ചെടികളാണിത്. ഇത് നന്നായിട്ട് തഴച്ച് വളരുന്ന പ്രയർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു ചെറിയ തൈയായിരുന്നു ആദ്യം. അതിപ്പോൾ വളരെ വലുതായിരിക്കുന്നു. ഇത് മറ്റൊരു ചെടിയിൽ നിന്ന് നമ്മൾ പറിച്ചു നട്ടതാണ്. ചെറിയൊരു തൈയായിരുന്നു. അതിനുശേഷം ഇതേപോലെ നമുക്ക് പറിച്ചു നടുകയാണെങ്കിൽ വീണ്ടും ധാരാളം ഉണ്ടായിക്കൊള്ളും. ഇത് പറിച്ചു നടുന്നതിന് ആവശ്യമായ കമ്പോസ്റ്റ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭിക്കും. 4-5 പൗണ്ട് മാത്രമേ ഒരു ചാക്കിനുള്ളൂ. ഇതേപോലെ ഹാങ് ചെയ്തിടാൻ പറ്റുന്ന മണി പ്ലാന്റുകളുമുണ്ട്. ഇതേപോലുള്ള ചെടികൾ നടുമ്പോൾ 1-2 വർഷം കൂടുമ്പോൾ നമ്മൾ അതിൻ്റെ മണ്ണ് മാറ്റി കൊടുക്കണം. പുതിയൊരു ചട്ടിയിലോട്ട് മാറ്റുകയാണ് ഏറ്റവും നല്ലത്. ഇതൊരു ചെറിയ മണി പ്ലാന്റ് നമ്മൾ നട്ടതായിരുന്നു. ഇപ്പോൾ ഇത് വളരെയധികം വലുതായിരിക്കുന്നു. കുറേ ദൂരത്തിലോട്ട് ഇത് വളർന്നു. അതുകൂടാതെ ഇൻറ്റീരിയർ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഇതേപോലുള്ള ചെടികളുമുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് ചീര പറിച്ചു. ഇനി നമുക്കത് തോരൻ വയ്ക്കാം. നമ്മൾ നാട്ടിൽ കഴിച്ച് ശീലിച്ച പല പച്ചക്കറികളും UK-ലും നടാൻ പറ്റുന്ന കാലാവസ്ഥ തന്നെയാണ് കുറേ മാസങ്ങൾ നമുക്കിവിടെ ലഭിക്കുക. നമുക്ക് ജോലിയും തിരക്കും ഒക്കെ ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ടുള്ള സമയത്ത് ഇതേപോലെ കുറച്ച് സമയം ചെലവഴിക്കുകയാണെങ്കിൽ നമ്മളുടെ വീട്ടിലോട്ട് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമ്മുടെ ഗാർഡനിൽ തന്നെ കൃഷി ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.